ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്ന കുറച്ച് പൊട്ടിത്തെറികളൊക്കെ കേട്ടിട്ടാ. സംഭവം എന്നാന്ന് ഇനി ഉണ്ടാക്കിയ ആള് തന്നെ പറയും. സംഭവം എന്നാന്നൊക്കെ ഞാൻ പറയാം. നിന്റെ ഈ അനിയത്തിയോടൊന്ന് പറയാവോ എന്നെ ഒന്ന് വീട്ടാ. ഇവള് കാരണം എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട അവസ്ഥയെ. ഞാൻ ഈ നിന്നെ നോക്കി നിൽക്കുമ്പോ തന്നെ നിനക്ക് മനസ്സിലായിക്കൂടെ ഈ വാതിൽ തുറക്കാൻ വേണ്ടി. അതൊന്ന് വാതിൽ തുറന്നു തരൂ. അനുസരിക്കാൻ വയ്യ, എനിക്ക് വയ്യ അനുസരിക്കാൻ വയ്യ. എന്റെ ഇത്രയും നിഷ്കളങ്കമായ മോൻ കണ്ടിട്ട് നിനക്ക് എങ്ങനെ ദേഷ്യപ്പെടാൻ തോന്നുന്നു? എന്റെ പൊന്നു പെണ്ണുമ്പോഴാ നീ ഒന്നെങ്കിൽ എന്നെ സ്നേഹിക്കില്ല, അല്ലെങ്കിൽ നീ എന്നെ വഴക്ക് പറയും. രണ്ടിലും നിൽക്കും. അതെങ്ങനെയാ മനസമാധാനത്തോടെ ഒരു സ്ഥലത്ത് വന്നിരുന്ന അവള് വരും വീഡിയോ ആയിട്ട്? എന്തുവാ ഇത്? വീട്ടിൽ പോലും മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ ചൊറിയുമ്പോഴെങ്കിലും സക്കീർ വായിക്കൊന്ന് വീഡിയോ ഓഫ് ചെയ്യാൻ പറ്റൂ. ഇനി എത്രയൊക്കെ സൂം ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ നിന്നെ മൈൻഡ് ചെയ്യാനേ പോകുന്നു. അമ്മ വന്നൊന്ന് വാതിൽ തുറന്നു തരൂ. കുറച്ച് നേരം അമ്മേനെ സോപ്പിടാം. അമ്മേനെ സോപ്പിട്ട് കഴിഞ്ഞാൽ വെളിയിറങ്ങാൻ പറ്റും. അത് മാത്രമല്ല അമ്മ ഓരോ തിന്നാൻ തരും. എനക്കൊന്നും എന്നെ ഒരു വിലയില്ലെങ്കിലും എന്റെ അമ്മയ്ക്ക് ഞാൻ ഹീറോ ആടി ഹീറോ. ഇനി കുറച്ച് നേരം അനങ്ങാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇവളെങ്ങാനും പിടിച്ച് തിന്നാലോ. ഇത്രയും കിടന്ന് ഓടിയതല്ലേ, ഇനി കുറച്ച് ഫുഡൊക്കെ ആവാം. അമ്മ മാത്രമേ ടെറസിൽ പോയാൽ എങ്ങനെ ശരിയാവും? ഞാൻ വരണ്ടേ? അമ്മയ്ക്ക് പ്രൊഡക്ഷൻ വേണ്ടേ? പ്രൊഡക്ഷൻ എന്നെ ഒന്ന് എടുത്തോണ്ട് പോയിട്ട് മേളിൽ ലാൻഡ് ചെയ്യൂ. കഷ്ടകാലത്തിന് ആ മൂത്ത സന്തതി മേളിൽ കയറിട്ടുണ്ട്. ഇപ്പൊ ചെടി നനച്ചാപ്പാര് ഇവിടെ നിന്ന് എല്ലാം നനയ്ക്കാൻ നടക്കാം. ഇതുങ്ങളോടൊക്കെ ഞാൻ ഏത് ഭാഷയിലാ ദൈവമേ പറയില്ല. ഞാൻ പാവക്കുട്ടിയല്ലോ. എന്ത് കഴിച്ചാലും എനിക്കും വേണം. ദൈവമേ, ആ വരം എന്നെ നോട്ടിട്ടിട്ടാണല്ലോ. ഇവിടുത്തെ മൂത്ത സന്തതി എന്ന് വീട്ടിൽ വന്നാലും എന്നെ വെളിയിൽ കൊണ്ടുപോകും രാത്രി. പക്ഷെ രാത്രി വെളിയിൽ കൊണ്ടുപോകുന്നത് നടക്കാൻ വേണ്ടിയൊന്നുമില്ല. അവർക്ക് അപ്പുറത്തെ വീട്ടിൽ പോയി കിണ്ടാരം പറഞ്ഞിരിക്കുക. ഇപ്പോഴാ ഓർത്തത്, ഞാൻ കാര്യം പറഞ്ഞില്ലല്ലേ. രാവിലെ ഞാൻ വെച്ചിട്ട് എന്നെ അടി ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എന്റെ ഗേൾ ഫ്രണ്ടിനെ വിളിച്ചോണ്ട് വന്നു. അച്ഛനത് ഇഷ്ടപ്പെട്ടില്ല. അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞു. അതാണ്. അപ്പൊ ഓക്കെ ഗൈസ്, ഞാൻ അടുത്ത പ്രശ്നങ്ങൾ പോയി ഉണ്ടാക്കട്ടെ.